നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. സകർണോ നിർജിത സംഘേ ഹതശ്ചൈവ ജയദ്രഥ. ആ കർണൻ യുദ്ധത്തില് തോൽപ്പിക്കപ്പെട്ടു. ആരാൽ? ഏകനായ അർജുനന്. അതോടൊപ്പം ജയദ്രഥൻ കൊല്ലപ്പെടുകയും ചെയ്തു. ജയദ്രഥൻ കൊല്ലപ്പെടുമ്പോ തന്റെ സഹോദരിയോട് തനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അത് അതിന്റെ ഒരു വശമാണ്. തന്റെ അമ്മയോട്, ഗാന്ധാരിയോട് മറുപടി പറയേണ്ടതുണ്ട്. കുടുംബത്തിനകത്ത് വലുതായിട്ടുള്ള ദുഃഖം വന്നു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെയും തന്റെ സഹോദരന്മാർ അനേകം പേര് ഇതിനകം ഭീമന്റെ ഗദാഘാതമേറ്റ് കാലപുരി പൂകിയിരിക്കുന്നു. ആ ദുഃഖങ്ങളുടെ കൂടെയാണ് ഏക സഹോദരിയുടെ ഭർത്താവും ഇങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനേക്കാളേറെ അപകടം പിടിച്ചത് തന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു. അർജുനനെ നിസ്സാരമായിട്ട് മരണത്തിലേക്ക് തള്ളിവിടാമെന്നുള്ള പ്രതീക്ഷ, അങ്ങനെ എളുപ്പത്തില് വിജയം കൊയ്യാമെന്നുള്ള പ്രതീക്ഷ, അതും എല്ലാം തകർന്നു പോയിരിക്കുന്നു. പരാജയത്തിന്റെ പുറത്ത് പരാജയം. അങ്ങനെ ആരെ വിശ്വസിച്ചാണോ, ആരിൽ പ്രതീക്ഷ അർപ്പിച്ചാണോ താൻ ഇതൊക്കെ ചെയ്തത്, ആ കർണൻ ഇതാ യുദ്ധത്തില് അർജുനനാൽ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, യസ്യ വീര്യം സമാശ്രിത്യ ശമം യാചന്തമച്യുതം തൃണവത്തമഹം മന്യേ സകർണോ നിർജിതോ യുധി. ഈ കർണന്റെ പരാക്രമത്തെ പൂർണമായും പരിഗണിച്ചുകൊണ്ട് അതിൽ അഭിമാനം കൊണ്ടുകൊണ്ടാണ് താൻ കൃഷ്ണനെ നിസ്സാരനായി തള്ളിക്കളഞ്ഞത്. യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ യുധിഷ്ഠിരന്റെ ദൂതനായി ഹസ്തിനാപുരത്ത് വന്നു. അദ്ദേഹം സമാധാനത്തിന് വേണ്ടി യാചിക്കുകയായിരുന്നു. യാചിക്കുന്നു എന്ന് തന്നെയാണ് ദുര്യോധനൻ ചിന്തിക്കുന്നത്. ശമം യാചന്തമച്യുതം. ശമത്തെ, ശാന്തിയെ, യുദ്ധത്തെ പൂർണമായും ഒഴിവാക്കുന്നതിനെ കൃഷ്ണൻ അവിടെ ആ സഭയിൽ വെച്ച്, കാരണവന്മാരുടെ മുമ്പിൽ വെച്ച് യാചിക്കുകയായിരുന്നു. അങ്ങേറ്റം കേണ് കൃഷ്ണൻ അഭ്യർത്ഥിച്ചു. ഇതിൽ കൂടുതൽ ഒരു അഭ്യർത്ഥന ആർക്കും ചെയ്യാനാവില്ല. അപ്പോ താൻ എന്ത് ചെയ്തു? കൃഷ്ണനെ തൃണം പോലെ, പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. കൃഷ്ണന്റെ എല്ലാ ഉപദേശത്തെയും തള്ളിക്കളഞ്ഞു, തൃണം പോലെ തള്ളിക്കളഞ്ഞു. എന്തിന്റെ ബലത്തിൽ? ഈ കർണന്റെ ബലത്തിൽ താൻ തള്ളിക്കളഞ്ഞു. അങ്ങനെയുള്ള കർണനും ഇതാ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു വളരെ വേഗത്തില് അർജുന കരങ്ങളാൽ. ഇനി തനിക്ക് എന്തുണ്ട് ആശ്രയം? ഭീഷ്മൻ മരിച്ചു. ബാക്കി അവശേഷിച്ച എല്ലാ വലിയ 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 വീരന്മാരും ഇതാ നേരിട്ട് തോൽപ്പിക്കപ്പെട്ടുമിരിക്കുന്നു. അപ്പോൾ ഇനി തനിക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പരാഭവങ്ങൾ തുടർച്ചയായി വരുന്നു? വേണ്ടപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ കൊല്ലപ്പെടുന്നു? ഇതിനെല്ലാം കാരണം ദ്രോണന്റെ അനാസ്ഥയാണ്. അതാണ് ആ പാരുഷ്യം. തന്റെ തന്നെ കഴിവുകേടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അർജുനൻ തോൽപ്പിച്ച യോദ്ധാക്കളുടെ കൂട്ടത്തിൽ ദുര്യോധനനുമുണ്ട്, ദുശാസനുമുണ്ട്. സിന്ധുരാജാവിനെ രക്ഷിക്കാൻ അവർ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്തു. അവരെല്ലാം തകർത്തുകൊണ്ടാണ് അർജുനൻ മുന്നോട്ട് പോയത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പകരം മറ്റ് എല്ലാ യോദ്ധാക്കളുടെയും പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവരെ കുറ്റം പറയാണ്. അതാണ് പാരുഷ്യം.
എല്ലാ ദോഷവും മറ്റുള്ളവരിൽ ആരോപിക്കുന്നു. ഇതിന്റെ മുഴുവൻ കുഴപ്പം ദ്രോണനാണ്. ദ്രോണൻ സർവസൈന്യാധിപൻ. വിജയം വന്നു കഴിഞ്ഞാൽ അത് സർവസൈന്യാധിപന്റെ പേരിലേ പതിയൂ. പരാജയം വന്നു കഴിഞ്ഞാലോ അതും സർവസൈന്യാധിപന്റെ പേരിലേ പതിയൂ. ഇതിന്റെ മുഴുവൻ കാരണം ദ്രോണനാണ്. ദ്രോണനോട് ഒടുങ്ങാത്തതായ വിദ്വേഷം ദുര്യോധന്റെ മനസ്സിൽ ആളിക്കത്തുകയാണ്. പക്ഷേ ദ്രോണനെ സർവസൈന്യാധിപ സ്ഥാനത്ത് നീക്കാൻ പറ്റൂല. എങ്കിൽ വലിയ കുഴപ്പമുണ്ട്. ദ്രോണനെ നേരിട്ട് ഒരു പ്രകാരത്തിലും അവമതിക്കാൻ പറ്റൂല. എങ്കിലുണ്ട് വലുതായ കുഴപ്പങ്ങൾ. ചെകുത്താനും കടലിനും നടുവിൽ എന്ന് പൊതുവിൽ ഒരു ചൊല്ലുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ദുര്യോധനൻ നിൽക്കുന്നത്. ഏതായാലും ആ ദ്രോണന്റെ സമീപത്ത് ചെന്ന് തന്റെ മനസ്സിലുള്ളതായ ഈ ചിന്തകളെ ദ്രോണനെ കേൾപ്പിക്കുക. ദ്രോണനെ നേരിട്ട് ശകാരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ ശകാരം ധ്വനിപ്പിക്കുക. ശകാരമാണ് എന്ന് ദ്രോണൻ മനസ്സിലാക്കട്ടെ. അതാണ് ദുര്യോധനന്റെ ഹൃദയത്തിലെ പരുഷത. അതാണ് ഏവം ക്ലാന്തമനാരാജൻ ഉപായാദ്രോണമീക്ഷിതും. ഇങ്ങനെ തളർന്ന മനസ്സോടുകൂടിയവനായിട്ട്, ദുഃഖിതമായ മനസ്സോടുകൂടിയവനായിട്ട്, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, സഞ്ജയൻ അദ്ദേഹത്തെ വിളിക്ക. അങ്ങയുടെ പുത്രനായിരിക്കുന്ന ദുര്യോധനൻ ദ്രോണനെ കാണാൻ വേണ്ടിയിട്ട് ദ്രോണന്റെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് അങ്ങയുടെ പുത്രൻ ഇങ്ങനെ കുരുവംശത്തിനും കൗരവന്മാരുടെ ആ മഹാസൈന്യത്തിനും അതിൽ അണിനിരന്നു നിന്ന യോദ്ധാക്കൾക്കും സംഭവിച്ചതായ ഭയങ്കരമായിരിക്കുന്ന അനുഭവങ്ങളെ ദ്രോണനെ കേൾപ്പിച്ച് ഇത് മുഴുവൻ ദ്രോണന്റെ കുറ്റമാണ് എന്ന് ദ്രോണനെ ബോധ്യപ്പെടുത്തി, ധ്വനിയാത്മകമായി ബോധ്യപ്പെടുത്തി, ധ്വനിയാത്മകമായാണ് പറയുക, ബോധ്യപ്പെടുത്തി തന്റെ വിഷമം കുറെ ഒന്ന് ശമിപ്പിക്കുക. അതോടൊപ്പം ദ്രോണനെ ഉത്തേജിപ്പിച്ച് പടക്കളത്തിൽ ഇറക്കാൻ പറ്റുമോ അതും ചെയ്യുക. അതാണ് പാരുഷ്യം. മനസ്സിലെ പരുഷത്തെ മുഴുവൻ പ്രകടമാക്കാനുള്ള പുറപ്പാടാണ്. ദ്രോണന്റെ സമീപത്ത് ചെന്ന് ഇങ്ങനെ ദുര്യോധനൻ പറഞ്ഞു തുടങ്ങി. പശ്യമൂർധാഭിഷിക്താനാം ആചാര്യ കഥനം മഹത്. അല്ലയോ ആചാര്യ, അദ്ദേഹമാണല്ലോ സർവസൈന്യാധിപൻ. സൈന്യത്തിന് വരുന്ന പരാഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി അദ്ദേഹമാണ്. അതുകൊണ്ട് ആചാര്യ, അങ്ങ് നോക്കിയാലും അങ്ങ് ചിന്തിച്ചാലും അങ്ങ് മനസ്സിലാക്കിയാലും ഇതെല്ലാം അങ്ങ് കാണുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അങ്ങ് പരിഗണിക്കേണ്ടതാണല്ലോ. നമ്മുടെ ഈ വലുതായിരിക്കുന്ന സൈന്യത്തില് നമുക്ക് വേണ്ടി അണിനിരന്ന കിരീടം ധരിച്ച രാജാക്കന്മാർ അവരവരുടെ രാജ്യങ്ങളിൽ പട്ടാഭിഷേകം നടത്തി രാജാക്കന്മാരായിട്ട് എല്ലാവരുടെയും ബഹുമാനത്തെ ഏറ്റുവാങ്ങി എല്ലാവരാലും പൂജിതരായി കഴിയുന്ന രാജാക്കന്മാർക്ക് എന്തു പറ്റി എന്ന് അങ്ങ് നേരിട്ട് ഒന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടി ചിന്തിച്ചുകൊള്ളുക. അവരെല്ലാം ഈ പടക്കളത്തില് എന്തൊരു ദുർഗതിയെയാണ് പ്രാപിച്ചത്. അവരൊന്നൊന്നായിട്ട് ഈ ഭൂമിയിലേക്ക് വീണു, കൊല്ലപ്പെട്ടു. ആരൊക്കെയാ കൊല്ലപ്പെട്ടത്? കൃത്വാ പ്രമുഖത ശൂരം ഭീഷ്മം മമ പിതാമഹം. അങ്ങ് ആ ഒരു യോദ്ധാക്കളുടെ നിര തന്നെ എടുക്കുക. തുടക്കത്തിൽ ചിന്തിക്കേണ്ടത് എന്റെ പിതാമഹനായ ഈ ലോകം കണ്ട ഏറ്റവും വലിയ യോദ്ധാവായ ഭീഷ്മന്റെ അനുഭവം. ആ ഭീഷ്മൻ ശരശയ്യയിൽ വീണു കിടക്കുന്നു. രക്തം ശരീരത്തിൽ നിരന്തരം പ്രവഹിക്കുന്നവനായിട്ട്, വേദന മുഴുവൻ അനുഭവിക്കുന്നവനായിട്ട് ആ ഭീഷ്മൻ പടക്കളത്തിൽ കിടക്കുന്നു. ഭീഷ്മൻ തൊട്ട് ഇങ്ങോട്ട് ഈ സൈന്യത്തിലെ പ്രധാനികൾക്ക് എല്ലാവർക്കും എന്തൊക്കെയാ സംഭവിച്ചത്, അവർ ഏതു പ്രകാരത്തിൽ മരണത്തിന്റെ പടുകുഴിയിലേക്ക് വീണു
അല്ലയോ സർവസൈന്യാധിപ ആചാര്യ, അങ്ങ് ചിന്തിച്ചു നോക്കുക. ദുര്യോധന്റെ ഈ വാക്ക് തന്നെ ഏറ്റവും വലിയ ശൂലമായിട്ട് ദ്രോണന്റെ ഹൃദയത്തിൽ തറയ്ക്കുകയാണ്. തന്നെ ഈ പരാഭവത്തിനെല്ലാം കാരണക്കാരനായിട്ട് ദുര്യോധനൻ വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു.